അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് 2025 ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൽ വരാൻ പോകുന്ന ചോദ്യ പേപ്പറിന്റെ മാതൃക നോക്കാം. അപ്പം ഈ മാതൃക പ്രകാരം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് ചോദിക്കാറുണ്ട് ചില സ്റ്റുഡൻസ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേ പാറ്റേണിലായിരിക്കും ചോദ്യം വരുന്നത്. പാറ്റേണിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, മാർക്കിംഗ് സ്കീമിലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പഠിച്ചിരിക്കണം. എക്സാം ഹാളിൽ പൊളിറ്റിക്കൽ സയൻസിന് എത്ര ചോദ്യങ്ങൾ വരും, എത്ര മാർക്കിനൊക്കെ വരും എന്നുള്ളത് അറിഞ്ഞിട്ട് പോയാൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവില്ലേ? സോ നമുക്ക് നോക്കാം അല്ലെ. പൊളിറ്റിക്കൽ സയൻസ് ടോട്ടൽ നിങ്ങൾക്ക് 100 മാർക്ക് തന്നെയാണ് എല്ലാ എക്സാമും പോലെ. പൊളിറ്റിക്കൽ സയൻസും വരുന്നത് 3 മണിക്കൂർ കൊണ്ടാണ് എക്സാം എഴുതി തീർക്കേണ്ടത്. ഇനി 3 മണിക്കൂറിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും? 54 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. കഴിഞ്ഞ നമ്മൾ കണ്ടു അല്ലെ, ബിസിനസ് സ്റ്റഡീസിൽ 51 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബിസിനസ് സ്റ്റഡീസിന്റെ ഓൾറെഡി ബിസിനസ് സ്റ്റഡീസിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്ററി എല്ലാത്തിന്റെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ നോക്കുക. ഒക്കത്തിലും ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പൊ 54 ചോദ്യങ്ങള് 3 മണിക്കൂറിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതി തീർക്കണം. അതും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലെ. ഇപ്പം മലയാളത്തിലൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കണം. സോ ഇവിടെ നമുക്ക് നോക്കാം, ഓപ്ഷണൽ മൊഡ്യൂൾ ഉള്ളത് കാരണം ഇപ്പൊ ഓപ്ഷണൽ മൊഡ്യൂളിനും ഉണ്ടാവും സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്കറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് 50 മാർക്കും സബ്ജക്റ്റീവിന് 50 മാർക്കുമാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പാസ് ആവാനുള്ള എല്ലാ വകുപ്പും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. കാരണം 50 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഇവിടെ പറയുമ്പോൾ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് നോക്കാം 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ കണ്ടോ. ഇവിടെ സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ട് 1 മുതലുള്ള ചോദ്യങ്ങൾ 1 മാർക്കിനാണ്. ABCD ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ചോദ്യം ഉള്ളത്. ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ എയിലാണ്. സെക്ഷൻ എയില് നിങ്ങൾക്ക് ഇത്രയും 1 മുതൽ 20 വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 21 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസും 2 മാർക്സിനാണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് എന്നുള്ള രീതിക്കായിരിക്കും. സെഷൻ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സെഷൻ ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 36 മുതൽ 46 വരെയും 47 ടു 52 വരെ ഉള്ളത്, സോറി ഒന്നുകൂടെ പറഞ്ഞുതരാം, 36 മുതൽ 46 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിനും 47 മുതൽ 52 വരെയുള്ള 3 മാർക്കിന്റെ ചോദ്യങ്ങളും 53 മുതൽ 84 വരെയുള്ള ചോദ്യങ്ങൾ 5 മാർക്കിനുമാണ് വരുന്നത്. അപ്പൊ 120 വേർഡ്സ് ആണ് 5 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടത്. 50 മുതൽ 80 വരെയുള്ള വാക്കുകളിലാണ് 3 മാർക്കിന് ചോദ്യം എഴുതേണ്ടത്. 2 മാർക്കിന് നിങ്ങൾ 30 മുതൽ 50 വരെയുള്ള വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതണം. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനനുസരിച്ച് അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ സബ്ജക്റ്റീവ് ടൈപ്പ് സെഷൻ ബിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെന്താണ്? 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ടോട്ടൽ ഇവിടെ ഉണ്ടാവുക. 50 മാർക്കാണ് ഇവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 36 മുതൽ 54 വരെയുള്ള ചോദ്യങ്ങൾ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് 1 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. പിന്നെ 20 കഴിഞ്ഞാലോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ടാവും. സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാ ചോദ്യങ്ങൾ എന്നുള്ളത്. ഇവിടെ ഓപ്ഷണൽ മൊഡ്യൂൾസ് കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാം. ഓപ്ഷണൽ മൊഡ്യൂള് 7ാമത്തെ മൊഡ്യൂളാണ്. അതിൽ എയും ഉണ്ടാവും, ഓപ്ഷണൽ മൊഡ്യൂള് ബിയും ഉണ്ടാവും. അപ്പൊ ഇതിൽ എ നിന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ ഒരിക്കലും ബിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതാൻ പാടില്ല. അതായത് എയും ബിയും രണ്ടും ഒരുമിച്ച് എഴുതി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. 18ാമത്തെ ചോദ്യം ഓപ്ഷൻ എയിലും ഉണ്ടാവും ബിയിലും ഉണ്ടാവും. അപ്പൊ എ പഠിച്ചവര് നോക്കുക മൊഡ്യൂള് ഓപ്ഷൻ 7A അല്ലേ എന്നുള്ളത്. അപ്പം ആ 7Aയിൽ നിന്നുള്ള ആൻസർ എഴുതുക. അപ്പൊ 18ാമത്തെ ചോദ്യം 7Aയിൽ നിന്ന് എഴുതി, 13ാമത്തെ ചോദ്യം 7Bയിൽ നിന്ന് എഴുതാൻ പറ്റില്ല. 7Aയിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 7Aയിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ ഓപ്ഷണൽ മൊഡ്യൂൾ ബി നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല.
അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി 20ാമത്തെ ചോദ്യം വരെ കണ്ടോ, ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും നിങ്ങൾക്ക് 21 മുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എന്താണ് ഇവിടെ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഈ ഒരു ചോദ്യത്തിലെ സെന്റൻസ് വായിച്ചു നോക്കുക. ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ കൊടുക്കേണ്ട ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മലയാളത്തിൽ എഴുതുന്നവര് മലയാള ലിപിയിൽ എഴുതി വെക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പം മിക്സഡ് ആയിട്ട് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇംഗ്ലീഷിലും സബ്ജക്റ്റീവ് ടൈപ്പ് മലയാളത്തിലും എഴുതിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ മോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് മിക്സഡ് റൈറ്റിങ്ങിനല്ല, ഒറ്റ ലാംഗ്വേജിൽ എഴുതുന്നതിനാണ്. കാരണം നിങ്ങൾ മീഡിയം ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്കൊരു ഇഷ്യൂ വരാതിരിക്കണമെങ്കിൽ മൊത്തം മലയാളത്തിൽ എഴുതുന്നതാണ് നല്ലത്. അപ്പൊ ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ഓർഗനൈസേഷന് മുമ്പ് വരുന്ന ഏത് ഇംഗ്ലീഷ് സെന്റൻസ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് മലയാളം ലിപിയിൽ എഴുതി വെക്കുക. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 21 ആൻസർ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്താ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ആദ്യം കൊടുക്കേണ്ടുന്ന വേർഡ് നിങ്ങൾ മലയാളം ലിപിയിൽ അവിടെ എഴുതി വെച്ചാലും മതി. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ഈ സെന്റൻസ് മൊത്തത്തിൽ എഴുതി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇത്തരത്തിലാണ് നിങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് വരുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും അതുപോലെ തന്നെ ഈ പറയുന്ന ABCD ഓപ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസും ആണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസോ മാച്ച് ദ ഫോളോയിങ്ങോ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മാത്രമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ, സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് 2, 3, 5 മാർക്കിന് ചോദ്യങ്ങൾ നീട്ടി വലിച്ച് വിശദീകരിച്ച് എഴുതേണ്ട ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. ഓരോ സബ്ജക്റ്റ് വൈസ് ചാപ്റ്റേഴ്സ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ പഠിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ കണ്ടില്ലേ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഫോർ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് ഓപ്ഷണൽ മൊഡ്യൂൾ ബി നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ UPSC കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ ബി എന്നാണ്. അപ്പൊ ബി എന്നാണെന്നുണ്ടെങ്കിൽ അതാണ് പഠിച്ചതെങ്കിൽ അതിലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 54ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് 5 മാർക്കിനാണ് കേട്ടോ. 5 മാർക്കിനാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം 2 ചോദ്യങ്ങളാണ് നിലവിൽ. 10 മാർക്കിനാണ് നിങ്ങൾക്ക് essay ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 120 വേർഡ്സിൽ ആൻസേഴ്സ് എഴുതണ്ട. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ 2 എണ്ണമാണ് ഉണ്ടാവുക. 53, 54 ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടും ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് തമ്മിൽ വ്യത്യാസം എന്തൊക്കെയാണെന്ന് എഴുതാനുള്ള ഒരു ചോദ്യവുമാണ്. അതുപോലെ ഇവിടെ 5 ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാന്നുള്ള ഒരു ചോദ്യമാണ് 2024 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഇതും അല്ലാതെ വേറെ ഏതൊക്കെ ആയിരിക്കാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ ആഷിം സാർ, അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും സബ്ജക്ട് വൈസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ എടുത്തു തരുന്നതാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാത്രമേ മിസ് പറഞ്ഞു തരുന്നുള്ളൂ. നമ്മൾ ഫെബ്രുവരി 11 തൊട്ട് നമ്മുടെ ഗംഭീരമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം യൂട്യൂബിൽ അല്ലാതെ സൂമിൽ നടത്തുന്ന ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അത് ഏതാണെന്ന് അറിയാലോ അല്ലെ, NIOS സൂപ്പർ ക്രാഷ് ആണ്. അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏത് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ല, നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും നമ്മുടെ ഗെയിം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. റിവിഷൻ ക്ലാസ്സുകൾ കഴിഞ്ഞ നമ്മുടെ ലൈവ് ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത്രയും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഗെയിം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെ ലൈവ് ക്ലാസ്സിനൊപ്പം ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാം നിങ്ങൾക്ക്. അപ്പൊ ചാനലിൽ നിങ്ങൾ ഇനി അടുത്ത വിഷയം ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതുപോലെ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നുള്ളതും ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഈ ഒരു ഏപ്രിൽ ബാച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റിവിഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സോൾവ് ആയിട്ടുള്ളത് എടുത്ത് റെഫർ ചെയ്യുന്നത് നല്ലതാണ്.
സോ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പോലും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫിസിയോ പ്ലസ് അക്കാഡമിയുടെ ഈ ലേൺ സ്റ്റോറിന്റെ വെബ്സൈറ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ സ്റ്റുഡൻസിന് അല്ലാതെ പുറത്തു നിന്ന് നമ്മളെ ഈ ഒരു ക്ലാസ്സുകളും അതുപോലെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഇതുപോലെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതിന് നമുക്കൊരു വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പ് വരുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭ്യമാകുന്നതാണ്. അപ്പൊ പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.